ഒരു കാര്യമുണ്ട്. കാര്യം ഫ്രഷ് എടുത്ത് പോവുകയാണേ. അപ്പൊ എന്താണ് നിങ്ങളൊക്കെ വർത്താനം? സുഖല്ലേ? ഞങ്ങളെ വർത്താനത്തിന്റെ അടി നിങ്ങൾ മറന്നു. എന്താ ചെയ്യാ, രാവിലെ തന്നെ നീച്ചിരുന്നു ഓരോരുത്തർ. ഞാനിത് ചായം കടിയൊന്നുമില്ല, ഞാൻ സമരത്തിലാണ്. കൂലിയില്ലാത്ത പണിയെടുത്ത് മടുത്ത് കേസ്. നോക്കോ, നിങ്ങളും എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. ഞങ്ങൾ നോക്കിയാൽ ഇത് മൂടില്ലാതെ ഇരിക്കുക. എന്താ രാവിലെ തന്നെ നമ്മള് സ്ത്രീകൾ ഇവിടെ 4 മണിക്ക് നീച്ച് 4 മണിക്ക് നീച്ച് മൂത്രച്ച് വീണ്ടും കടന്ന്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ 4 മണി അറിയുമ്പോഴേക്ക് അതെപ്പോ എടാ ചോദിച്ചാൽ 10 രൂപ 20 രൂപ ഗൂഗിൾ പേല ബാഗ് എടുത്തോണ്ട് അതാ വാഷിംഗ് മെഷീനിന് അതിലുണ്ട്. ആ പിന്നെ ഞാൻ എങ്ങനെ പോവാ അപ്പൊ ക്ലിനിക്ക് നടന്നു പോകുന്നു. ഓർക്ക് അതിലല്ല 80 റുപ്യയും പിന്നെ ഗോൾഗേറ്റിന് 20 കറക്റ്റാ പൈസ തോന്നും. പോവാ ഞാനല്ല കല്യാണത്തിനുണ്ടേ അതിനപ്പൊ ലീവ് എടുത്തന്നെ ഞാന് പോവണ്ട. കല്യാണത്തിനോ പറയണ്ട പണിക്ക് പോയിക്കൂടെ? ഞാനല്ലാത്ത കല്യാണങ്ങൾക്ക് കൂടാൻ പറ്റും. അങ്ങനെ നീ ചോദിക്കാണിച്ചു ആ കോട്ടായ ഒരു ദിവസം വരും. വേറെ ഓഫാക്കട്ടെ ക്യാമറ. നമ്മളൊക്കെ നീച്ചു വന്നപ്പോത്തിന് ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ തിന്നട്ടെ വിചാരിച്ചു. ഒത്തിരി നീച്ചു വന്നിട്ടോ. എന്താ ചെയ്യാ, ഞാൻ എന്താ ഒരു കടി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചാവിച്ചട്ടെ. നല്ല നുറുക്കാണത്. പിന്നെ കേക്കും ഉണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഒന്നുമില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞത്. അല്ല, ഞാൻ ബലോട് പറഞ്ഞത് നിങ്ങളോടൊന്നല്ല. കഴിച്ചോട്ടാ. കുട്ടികൾക്ക് ഇതിനെ പറ്റി നല്ല അഭിപ്രായം. ഇവിടെ ഒന്നുമില്ല, ഉണ്ടാക്കാൻ മടിയാണ്. എന്താ അടുത്ത ആള് വരുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിലുണ്ടല്ലോ കുറേ പണി ഉണ്ടാൽ അന്നത്തെ ദിവസം മടിയാണ്. കുറേ പണിയുണ്ട് ഇവിടെ. എനിക്കൊരു പണി എടുക്കാൻ തോന്നില്ല. ഞാൻ അതിനോട് പറയലുണ്ട്. ബഷീർ 2 കെട്ടിക്കണം, നിങ്ങളും കെട്ടിക്കോളും. കേട്ടുണ്ടോ? എത്ര പാന്ന് കണ്ടോ? എവിടെയാ കേട്ടണോ? എങ്ങോട്ടാ കൊണ്ടുവരാ?
എന്നിട്ടാണ് പറയണേ നമ്മളെ മുളകിൽ കുറച്ച് വെള്ളം പറഞ്ഞാൽ നട്ട് തളിക്കാൻ. എന്താ അവസാന കാലം ആട്ടുക്കല്ലിൽ അരച്ചില്ലെങ്കിൽ ദോശ ചുട്ടുള്ള കെട്ടി വന്നാലേ ദോശ ചൂടും ഞാൻ. കൊടു നോക്കി ഇത് കൊടു നോക്കി അപ്പറയാം. വെറുതെ മോട്ടിവേഷൻ തരണ്ട, കൊണ്ടുണ്ട് കണ്ടിട്ടാണ് കാര്യം. നിങ്ങൾ മൂന്നാണില്ലല്ലോ അവിടെ. കൊണ്ടുവന്ന് കാണാൻ നിങ്ങൾക്ക് പുതിയ ഒരു മമ്മി വരാൻ പോണു. മമ്മി എന്നെക്കാൾ നല്ലൊരു ഭംഗി. അംഗീകാരം വിത്തിട്ട് അതുണ്ടാവും കേട്ടോ. നിങ്ങളോട് ഇന്ത്യ കേക്ക് എടുക്കാൻ പറയും. നിങ്ങൾക്ക് അത് അവിടെ വേറെ ഇന്ത്യ എടുക്കണം. ഇതൊക്കെ രാവിലും നിങ്ങൾ പറഞ്ഞ ആരോ കണ്ടിരിക്കുന്നതല്ലേ, അവിടെ പോയി ചോദിച്ചോളി. കാണാൻ പോവാ ആധാറ് നേരത്തെ റൂമില് കടക്കന്റെ അടിയിൽ പോയി കിട്ടിയോ? ബെന്നാന്ന് കാണാതെ അതല്ലേ ബെന്നാണത്. കണ്ടിട്ടില്ല. ഇല്ല, മലയാളം അറിയില്ല. നെറ്റി മാലു മലയാളം നെറ്റി മാലു. നമ്മള് പയതുമില്ല. പറയുമ്പോൾ പുതിയ ആധാർ കഴിഞ്ഞെടുത്തോളി. നിങ്ങൾ തരുന്ന വിളിച്ചൊരു പണി നമ്മൾ പണിയെടുക്കണില്ല. ഉമ്മച്ചിട്ടൊന്നും നോക്കാതില്ല, കടിയാണ് കൊണ്ടുവരുന്നത്. ഇത്ര ബുദ്ധി നേരാണ്. അനക്ക് എന്തെന്നാലും പിന്നെ കിട്ടൂല. എന്റെ പാന്റ് ഷർട്ട് നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതിനെ ഭാഗ്യം കയറിക്കോളൂ. നിങ്ങളൊക്കെ കൊണ്ടുപോയി ഇടാൻ പറ്റായിട്ട. എന്താ ചെയ്യാ, തൊട്ടൊക്കെ നൽകും. നിങ്ങൾ കുറ്റം പറഞ്ഞെടുത്ത് എൻ്റെ വീഡിയോയിൽ നോക്കി ഇന്നെ തന്നെ കുറ്റം പറയാം. എന്താ നോക്കില്ല കഴിഞ്ഞിട്ട് ഓഫാക്കട്ടെ. അതിലോടൊന്നും കച്ചറോടി നിന്നിട്ട് യാതൊരു കാര്യമല്ല, ഒരു പണി നെയ്യില്ല. നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യാ, നല്ല നാടൻ കിളി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കിളി എന്നാ പറയാം. നിങ്ങളൊക്കെ നാട്ടിൽ എന്തൊക്കെയാ അതിന് പറയുന്നത്? കണ്ട നല്ല കിളിയാ, പക്ഷെ ഭയങ്കര മുള്ളതിന്. നന്നാക്കുമ്പോൾ ഭയങ്കര പിരാന്ത് വെച്ചു. എന്നാലും മാണ്ടിയില്ല, വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം നമ്മൾ അതിനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കളിക്ക് പോകാനായിക്കണേ പോയിക്കോ. പൈസ ഇല്ല, പൈസ കേസൊക്കെ അവിടെ പാപ്പാനോട്. അത് ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിനാണോ ഈ തള്ള ഇങ്ങനെ പറയുന്നത് അല്ലേ? ഞാനിത് നന്നാക്കട്ടെ കേട്ടോ ഗൈസ്. ഇതെല്ലാം അങ്ങനെ തന്നെ. നേരം വെളുത്ത് രാത്രിയാകുമ്പോഴും പൈസ 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 പൈസ, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെയാണോ? നമുക്ക് പൈസയും വേണം, പണിയെടുക്കണം. ഈ ഇവിടുത്തെ ചുറ്റുപാട് കഴിഞ്ഞാൽ ക്ലിനിക്കും പോകണം. അവിടെ പണിയുണ്ടേ. എന്തോ പറയുന്നുണ്ട്. ഓക്കെ.